ഹലോ, അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ പറയുന്നത്. ദാ ഈ ഒരു പൂവുണ്ടോ, ഇതൊരു പിങ്കും അല്ല വൈറ്റും അല്ലാത്തൊരു പൂവാണ്. അപ്പോൾ എനിക്കൊരു ലൈറ്റ് ഷെയ്ഡ് പിങ്ക് വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ രണ്ട് കളറിൻ്റെ ഡിഫറൻസ് നോക്കിക്കേ. ഇതിന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഡിഫറൻസ് നോക്കിക്കേ. ഇതിനേലും കുറച്ചും കൂടി പിങ്കായി കിട്ടിയില്ലേ, ഇത് ഒരു ബേബി പിങ്ക് പോലത്തെ കളർ കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു പിങ്കിന് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, പിങ്ക് കളർ പൂ കിട്ടാത്തതിനാൽ ഞാൻ എന്താ ഏത് കളറാണ് നമുക്ക് മുക്കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് എത്ര ഡ്രോപ്പാന്നുള്ളതൊക്കെ നമ്മൾ നിശ്ചയിക്കണം. അതിന് ശേഷം എന്താ ഇതേപോലെ മുക്കുക മുക്കുക മുക്കിയെടുക്കുക, അങ്ങനെ മുക്കിയെടുക്കുക എന്ന് പറയണ പോലെ ഇതാ ഇങ്ങനെ മുക്കി വെച്ചും ഒന്നിങ്ങനെ കുടഞ്ഞേക്കണം കേട്ടോ. അയ്യോ, കുടഞ്ഞേക്കണേ, അതൊക്കെ സാരമില്ല, ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കുടഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് മുക്കിയെടുക്കാം. വേണേൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതേ വാട്ടർ ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നേരം ഒന്നിങ്ങനെ മുക്കി വെക്കണം. ജസ്റ്റ് ഒന്ന് നമുക്കൊരു പിങ്ക് കളറായി കിട്ടിയാൽ മതി. ഇത് മൊത്തത്തിൽ കുളിച്ച് വാരി പിങ്ക് ആവുമൊന്നുമില്ല. അപ്പോൾ അതേ നല്ലതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ ഇത് കണ്ട. ഇപ്പം ഞാൻ ആദ്യം മുക്കിയതും കാണാവോ, ഇതും തമ്മിൽ നിങ്ങൾ നോക്കിക്കേ, ഡിഫറൻസ് കണ്ട. എന്നിട്ട് ഇത് ഈ വെള്ളം കളഞ്ഞ് നമ്മളൊന്ന് ഉണങ്ങാനായിട്ടൊന്ന് സാവകാശം കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളിത് കേക്കിലേക്ക് കുത്തണം. അപ്പോൾ ഞാൻ ആദ്യം മുക്കിയ കളറും ഈ കളറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പൂ കിട്ടിയില്ല, അത്യാവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഈ കളർ എഡിബിൾ ആട്ടോ, നമ്മുടെ കേക്കിന് തന്നെ ചേർക്കുന്ന കളറാണ് കേട്ടോ. അപ്പോൾ ഒരറിവും ചെറുതല്ല മക്കളെ. അപ്പോൾ ഷെയർ ചെയ്യുക അറിയില്ലാത്ത കൂട്ടുകാരിലേക്ക്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു, ബൈ.